ഹായ്, എന്താണ് മെഡിക്കൽ കോഡിംഗ്? മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി സാധ്യതയുണ്ടോ? സർട്ടിഫൈഡ് ആയിരിക്കണോ? ഡിഗ്രി മാൻഡേറ്ററി ആണോ? ഇങ്ങനെ കുറേ മെസ്സേജസ് ആണ് ഇന്നലെ ഇട്ട വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻറ്റ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പാർട്ടായിട്ട് എന്താണ് മെഡിക്കൽ കോഡിംഗ്, അങ്ങനെ ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പം എന്താണ് മെഡിക്കൽ കോഡിംഗ്? മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ നമ്മളുടെ ഡിസീസ്, ട്രീറ്റ്മെൻറ്റ്, അതിനുപയോഗിച്ച എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതിത്തരും. അതിനെ നമ്മൾ കോഡാക്കുന്നു. അതൊരു ഇൻഷുറൻസ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കോഡാക്കുന്നത്. ഇതിന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. മെഡിക്കൽ കോഡിങ്ങിന് ഡിഗ്രി ആവശ്യമാണോ? മെഡിക്കൽ കോഡിങ്ങിന് ഡിഗ്രി ആവശ്യമാണ്. ലൈഫ് സയൻസ് തന്നെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസും ലൈഫ് സയൻസ് തന്നെ വേണം എന്ന് പറയുന്നില്ല. കുറേ കമ്പനി ലൈഫ് സയൻസ് അല്ലാത്ത ആൾക്കാരെ എടുക്കുന്നുണ്ട്. പിന്നെ 3 ഇയർ ഡിപ്ലോമ കോഴ്സസ്, മെഡിക്കൽ ഫീൽഡിലുള്ള ഡിപ്ലോമ കോഴ്സസ് 3 ഇയർ ആയിട്ടുള്ള ആൾക്കാരെയും ഇവരെടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചു സർട്ടിഫൈഡ് ആയിരിക്കണോ അതോ അല്ലാത്തവരെ എടുക്കുമെന്ന്. മിക്ക കമ്പനീസ് സർട്ടിഫൈഡ് അല്ലാത്ത ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. കാരണം അവിടെ തന്നെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കമ്പനിക്ക് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണെന്ന് പറയുന്നുണ്ട്. അത് ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫ്രഷേഴ്സിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? മിക്ക കമ്പനീസിലും ഫ്രഷേഴ്സിന് 30 ആണ് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് ഇല്ലാത്ത കമ്പനികളും ഉണ്ട്. എന്നാലും മിക്ക കമ്പനികളും ഏജ് ലിമിറ്റ് ഉണ്ട് ഫ്രഷേഴ്സിന്. എക്സ്പീരിയൻസിന് ഏജ് ലിമിറ്റ് ഇല്ല. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡിഗ്രി വേണം. അത് ലൈഫ് സയൻസോ നോൺ ലൈഫ് സയൻസോ ആയാലും പ്രശ്നമില്ല. അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ അനാട്ടമി, ഫിസിയോളജി, ടെർമിനോളജിയിൽ നല്ലതായിട്ടുള്ള നോളജ് വേണം. ബേസിക്കലി നമ്മൾ പേഷ്യൻസിൻ്റെ റെക്കോർഡ് നോക്കുന്നുണ്ട്. അതിനകത്ത് ഫുൾ ഡിസീസും കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും അനാട്ടമി എന്തായാലും അറിഞ്ഞിരിക്കണം, ഫിസിയോളജി അറിഞ്ഞിരിക്കണം, അനാട്ടമിയിലെ സിസ്റ്റംസ് ഫുള്ള് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ബേസിക് നോളജ്. അതും മിക്ക കമ്പനി ലൈഫ് സയൻസുകാരെ എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ ബേസിക് നോളജ് ആണ്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ മാത്സ്, ഫിസിക്സ്, ഫാഷൻ ഡിസൈനിങ് വരെ ഡിഗ്രി പഠിച്ച ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് കാണണ്ട. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം മതി. അടുത്ത വീഡിയോയിൽ മെഡിക്കൽ കോഡിങ്ങിന് എന്തൊക്കെ ബ്രാഞ്ച് ഉണ്ട്, ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്താലാണ് നമ്മൾ അബ്രോഡ് ജോലിക്ക് പോകാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്താൽ മതി. അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, വീഡിയോയും ചെയ്യുന്നതായിരിക്കും. ബൈ.